ജോസൽ സെബാസ്റ്റ്യനിലേക്കാണ് ഇടുക്കിയിൽ നിന്ന് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പറഞ്ഞു തരാൻ ജോസൽ സെബാസ്റ്റ്യൻ ഉണ്ട്. ജോസൽ, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. വലിയ പോരാട്ടം നടക്കുന്ന ജില്ല കൂടെയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾ നേരിടുന്ന ജില്ല. മലയോര കർഷകരുടേതായാലും ഇടുക്കി ജില്ലയുടേതായിട്ടുള്ള തനത് പ്രശ്നങ്ങൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കാനുണ്ട്. പക്ഷേ കഴിഞ്ഞുപോയ ഭരണകാലയളവ്, കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിൽ ഇടുക്കിയുടെ ഒരു മികവ് ഏത് ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ ഉണ്ടായി എന്ന് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് LDFന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടുക്കിയിലുള്ള ആത്മവിശ്വാസം. മറുഭാഗത്ത് UDFിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാം, കർഷകരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാമെന്ന ഒരു ആത്മവിശ്വാസം UDFനുമുണ്ട്. NDAയും അവിടെ വേരോടിക്കാൻ കാത്തു നിൽക്കുക തന്നെയാണ്. അത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളും. പറയൂ ഇടുക്കിയെക്കുറിച്ച്. വിനീഷ, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു ഇടുക്കി ജില്ല എന്നറിയാം. എന്നാൽ അനവധി പോരാട്ടങ്ങളിലൂടെയാണ് ഓരോ ഘട്ടമായി ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷം അതിൻ്റെ വേരുറപ്പിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നിയമസഭയിലെ കണക്കെടുത്താൽ പോലും 5 നിയോജക മണ്ഡലമാണ് ഉള്ളത്. അതിൽ 4 എണ്ണവും LDF ആണ്. ആകെ ഒരു UDF MLA ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന തൊടുപുഴ MLA PJ ജോസഫ്. അത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെയാണ്. കോൺഗ്രസിന് MLAമാരേ ഇല്ലാത്ത ജില്ലയായി ഇടുക്കി ജില്ല മാറിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും അടക്കം വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 16 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ഇടുക്കിയിൽ ഉള്ളത്. അതിൽ 10 എണ്ണവും LDF വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. 6 എണ്ണം UDF വിജയിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിൽ 6-ൽ 4 എണ്ണവും കേരള കോൺഗ്രസ് ജോസഫിനാണ്. 2 ഡിവിഷനുകളിൽ മാത്രമാണ് കോൺഗ്രസിനെ വിജയിക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തമ്മിലടി തീർത്തിട്ട് അത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് ഇടുക്കിയിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് DCC പ്രസിഡന്റിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാന കാരണമാണ്. DCC പ്രസിഡന്റ് അംഗീകരിക്കുന്ന മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കുന്നില്ല. DCC പ്രസിഡന്റ് അംഗീകരിച്ച മണ്ഡലം പ്രസിഡന്റുമാർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിൽ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസിലെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സീറ്റ് കിട്ടാത്ത ആളുകളൊക്കെ മറ്റുള്ള പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇന്നലെ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് വന്ന നിയോജക മണ്ഡലം ഭാരവാഹികളെ അടക്കം CPMൽ ചേരുന്നൊരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ നെടുങ്കണ്ടം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായിരുന്ന, മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന റോയി വർഗീസ് എന്ന് പറയുന്നയാൾ CPMൽ ചേരുന്ന, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹം CPMൽ ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എന്നാൽ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്, കട്ടപ്പനയിൽ KC പുതിയൊരു, നേരത്തെ ഇടുക്കി ജില്ലയിൽ AI ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷം കൂടി രൂപീകൃതമായതോടുകൂടി അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യം കൂടെ ഇപ്പോൾ കട്ടപ്പന നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന, UDF ഭരിക്കുന്ന നഗരസഭയാണ് കട്ടപ്പന നഗരസഭ എന്ന് പറയുന്നത്. അവിടെ ജയസാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ തമ്മിലടിയും കൂടുകയാണ്. അവിടെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AI ഗ്രൂപ്പുകൾക്കും കേരള കോൺഗ്രസ് ജോസഫിനുമായി കട്ടപ്പന നഗരസഭയിലെ സീറ്റുകൾ വീതം വെച്ചു എന്നുള്ളതാണ് KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ ആക്ഷേപം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ DCC അംഗം കൂടിയായിട്ടുള്ള PS രാജൻ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നത്. അതുമാത്രമല്ല, KC വേണുഗോപാൽ പക്ഷം അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്ന് തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ തനിച്ചു മത്സരിക്കും, 20 സീറ്റുകളിൽ മത്സരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നിലവിൽ അവിടെ 35 സീറ്റുകളാണ് കട്ടപ്പന നഗരസഭയുള്ളത്. അതിൽ 20 സീറ്റുകളിലും KC വേണുഗോപാൽ പക്ഷം മത്സരിക്കാൻ തീരുമാനിച്ച് പിരിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ വലിയ തലവേദനയായി DCC നേതൃത്വത്തിന്, UDF നേതൃത്വത്തിന് മാറുകയാണ്. അതോടൊപ്പം തന്നെ PJ ജോസഫും ഇടഞ്ഞു തന്നെയാണ്. അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ തനിച്ചു മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനം പോലും PJ ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം LDF ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ
മുന്നണി ധാരണ ആയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ CPIM 8 സീറ്റുകളിൽ, ആകെ ഈ നേരത്തെ 16 ആയിരുന്നെങ്കിൽ ഈ തവണ അത് 17 വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ 8 സീറ്റുകൾ CPIM മത്സരിക്കും, 5 സീറ്റുകളിൽ CPI മത്സരിക്കും, 4 സീറ്റുകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കും. അങ്ങനെ കൃത്യമായി LDFിനകത്ത് സീറ്റ് എല്ലാ ഘടകങ്ങളിലും മുന്നണിക്കകത്ത് ധാരണകളായിട്ടുണ്ട്. അതനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ LDFിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 15-ാം തീയതി ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ പത്രസമ്മേളനം നടത്തി LDF നേതാക്കൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ രീതിയിൽ ഒരു 15-ാം തീയതിയോടുകൂടി ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും, ചില സ്ഥലങ്ങളിലൊക്കെ തർക്കമില്ലാതെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, പോസ്റ്ററുകളായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം എല്ലായിടത്തും വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രധാനമായിട്ടും ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റികളെല്ലാം പൂർത്തീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മേൽഘടകങ്ങളിലുള്ള ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യവും കൂടി തീരുമാനിച്ചപ്പം ഇന്നും നാളെയും ഒക്കെയായി എല്ലാ പ്രദേശത്തെയും ഏരിയ കമ്മിറ്റികൾ എല്ലാം ചേർന്ന് ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, DC അംഗങ്ങളൊക്കെ മത്സരിക്കണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഈ ദിവസങ്ങളിലാകും. ഏതായാലും 15-ാം തീയതിയോടുകൂടി ആ കാര്യത്തിൽ വേറെ തർക്കങ്ങളൊന്നുമില്ല. പാർട്ടി തീരുമാനം വന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടെ LDF പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ BJP ഈ ചില ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തി പോകാനുള്ള ഒരു തീരുമാനമാണ് അവർ എടുക്കുന്നത്. പല പഞ്ചായത്തുകളിലും 1-2 വാർഡുകളിൽ മത്സരിക്കുക, അവിടെ പരമാവധി ശക്തി തെളിയിക്കുക എന്നുള്ള ഒരു നിലപാടാണ് പല പഞ്ചായത്തുകളിലും സ്വീകരിക്കുന്നത്. എന്നാൽ ഇപ്പം തൊടുപുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ NDAയ്ക്കകത്ത് BDJS-ഉം BJPയും തമ്മിലുള്ള ചർച്ചകൾ പൂർത്തീകരിക്കാനായിട്ടില്ല. അവർ ഈ തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായിട്ടില്ല അവിടെയും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ചില ശക്തി കേന്ദ്രങ്ങളും ചില പോക്കറ്റുകളിലും മാത്രമാണ് ആയിട്ട് BJP ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇടുക്കിയിൽ. ഫിനിഷ. ശരി, ഇടുക്കിയുടെ ഒരു പൊതുചിത്രമാണ് ജോസിൽ സെബാസ്റ്റ്യൻ പങ്കുവച്ചത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.